നമസ്കാരം. കെ.വി. കുപ്പം മണ്ഡലത്തിലെ ടി.വി.കെ. എം.എൽ.എ. തെണ്ടൽകുമാർ ഇന്നലെ നിയമസഭയിലെത്തിയത് തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അകമ്പടിക്ക് ആളില്ലാതെ, കാലിൽ ചെരുപ്പില്ലാതെ സാധാരണ ബസ്സിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. തമിഴ്നാട്ടിലെ സാധാരണക്കാരായ ജനം മുഴുവൻ രോമാഞ്ചം കൊണ്ട ഒരു സംഭാഷണമായിരുന്നു അത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയാവുന്നത്. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾക്ക് വളരെയധികം ഹൃദയകാരിയായ ഒരു അനുഭവമായിരിക്കും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ സംഭാഷണത്തിലെ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. മീഡിയ ചോദിക്കുന്നു, എല്ലാ എം.എൽ.എമാരും കാറിൽ വരുമ്പോൾ നിങ്ങൾ മാത്രം എന്താണ് ബസ്സിൽ വന്നത് എന്ന്. അതിന് എം.എൽ.എ. പറഞ്ഞത്, എൻ്റെ കയ്യിൽ കാറൊന്നുമില്ല സാർ, അതുകൊണ്ട് എം.എൽ.എ. സ്പെഷ്യൽ നിന്നുള്ള ഈ ബസ്സിലാണ് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കാറില്ലാത്തൊരു എം.എൽ.എയോ? അത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്നാണ് മീഡിയ ചോദിച്ചത്. അതിന് എം.എൽ.എ. നൽകിയ മറുപടി ഇങ്ങനെ: ഈ നാട്ടിലെ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന, കുടിലുകളെ കൊട്ടാരമാക്കി കാണിച്ച ആളാണ് നമ്മുടെ അണ്ണൻ വെട്രിത്തിലക മുഖ്യമന്ത്രി വിജയ്. ഞാനൊക്കെ വളരെ സാധാരണക്കാരായ കുടുംബത്തിൽ നിന്നും വരുന്ന ആളാണ്. തീർച്ചയായും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ദളപതിക്ക് ഞാൻ വിശ്വാസത്തോടെ ഇരിക്കും. മീഡിയ: അത് ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇടുന്ന ഡ്രസ്സിനനുസരിച്ച് നിറമുള്ള കാർ തിരഞ്ഞെടുത്ത് വരുന്ന എം.എൽ.എമാരാണ് കൂടുതലുള്ളത്. പലർക്കും 4ഉം 5ഉം കാറുകളുണ്ട്, പക്ഷേ നിങ്ങൾ ബസ്സിലാണ് വരുന്നത്, അതാണ് അത്ഭുതം. എം.എൽ.എ.: ഞാൻ എൻ്റെ മണ്ഡലത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നത് പോലും വാടക കാറിലാണ്. ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ആ കാർ ഞാൻ തിരിച്ചയച്ചു. ഇനി നിയമസഭയിലേക്ക് പോകുന്നത് ഈ ബസ് കയറിയാണ്. ഇനി തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ ഏതെങ്കിലും കാർ ബുക്ക് ചെയ്ത് വേണം പോകാൻ. എൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് അതിനനുസരിച്ചല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ സഹോദര. മീഡിയ: അതല്ല, മറ്റുള്ള എം.എൽ.എമാർ എല്ലാവരും വലിയ ആഡംബരം കാണിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെരുപ്പില്ലാതെ നടന്നു വന്ന് ബസ്സിലാണല്ലോ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. എം.എൽ.എ.: അങ്ങനെയൊന്നുമില്ല. പുരട്சி തലൈവർ മക്കൾ തിലകം എം.ജി.ആറിൻ്റെ കടുത്ത ആരാധകരിൽ ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഈ നാടിനും മക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ചവനാണ് ഈ തെണ്ടൽകുമാർ എന്ന പേരുണ്ടായാൽ തന്നെ എനിക്ക് മതി. രാവിലെ 3 ഇഡ്ഡലിയും ഒരു വടയും, ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, രാത്രി നല്ല ഉറക്കം, ഇത്രയും ഉണ്ടെങ്കിൽ ആഡംബര ജീവിതമായി എന്ന് വിചാരിക്കുന്ന ഒരു എളിയവനാണ് ഞാൻ. തീർച്ചയായും എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു തപസ് പോലെ ഞാൻ ഈ എം.എൽ.എ. പദവി ഉപയോഗിക്കും. മീഡിയ: എന്താണ് താങ്കൾ ചെരുപ്പ് ധരിക്കാത്തത്? എം.എൽ.എ. നൽകിയ മറുപടി ഇങ്ങനെ: ദളപതി വിജയ് അണ്ണൻ സ്ഥാനാർത്ഥിയായി എൻ്റെ പേര് പ്രഖ്യാപിച്ച ദിവസം മുതൽ ഞാൻ പ്രചരണം തുടങ്ങിയിരുന്നു. എൻ്റെ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് നമസ്കാരം പറയുന്നതിന് മുൻപ് ചെരുപ്പ് അഴിച്ചു വെക്കും. ഞാൻ വളരെ ദരിദ്രമായ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഏത് വീട്ടിൽ ചെന്നാലും ആരെ കണ്ടാലും നമസ്കാരം പറഞ്ഞ് തൊഴുത ശേഷമേ എന്തും ചെയ്യാവൂ എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രചാരണ സമയത്ത് എല്ലാവരെയും കണ്ട് നമസ്കാരം പറഞ്ഞ് ആശീർവാദങ്ങൾ വാങ്ങുന്ന സമയത്ത് ചെരുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെയാണ് ചെരുപ്പ് പൂർണ്ണമായി ഒഴിവാക്കിയത്. ഇനി തിരിച്ച് മണ്ഡലത്തിലെത്തി ഒരു മാസത്തോളം എല്ലാവരെയും കണ്ട് നന്ദി പറയാനുള്ളത് കൊണ്ട് ചെരുപ്പിടുന്നില്ല എന്ന് തീരുമാനിച്ചു. മീഡിയ: താങ്കൾ വളരെ വ്യത്യസ്തനായ ഒരു എം.എൽ.എ. ആണെന്ന് മനസ്സിലായി. താങ്കളുടെ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എം.എൽ.എ.: ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, അതെല്ലാം പാലിക്കണം. അതിനുവേണ്ടി ഏത് വകുപ്പിലെ ഏത് മന്ത്രിയുടെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മണ്ഡലത്തിലേക്ക് പദ്ധതികൾ അനുവദിച്ച് കിട്ടുന്നതുവരെ ആ മന്ത്രിയുടെ കാലിൽ നിന്നും ഞാൻ കൈയെടുക്കില്ല. അത്തരത്തിൽ ഒരാൾ അപമാനിക്കപ്പെട്ടാലും എൻ്റെ മണ്ഡലത്തിലെ 1 ലക്ഷം പേർക്ക് ഗുണം ലഭിക്കുമെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും അപമാനിക്കപ്പെടാൻ തയ്യാറാണ്. മീഡിയ ആൻഡ് പൊതുജനം: ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ കാലത്ത് കാണാൻ ലഭിക്കുമോ എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ പോസ്റ്റ് അങ്ങനെയാണ് അവസാനിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞു. ഇനി വെറുതെ ഈ പറയുന്ന ദരിദ്രനായ എം.എൽ.എയുടെ ഇലക്ഷൻ സമയത്തെ അഫിഡവിറ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കാം. മൊത്തം സ്വത്ത് ആസ്തി 2 കോടി, ലിക്വിഡ് ക്യാഷ് 9 ലക്ഷം, ഭാര്യയ്ക്ക് 8 ലക്ഷം, ബാങ്ക് ഡെപ്പോസിറ്റ് 27 ലക്ഷം, അസറ്റ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ജ്വല്ലറി എം.എൽ.എക്ക് 13 ലക്ഷം, ഭാര്യയ്ക്ക് 1.5 കോടി, സിൽവർ 25 ലക്ഷം. ഇനി പ്രോപ്പർട്ടി കൃഷിഭൂമി 10 ലക്ഷം, വീട് 40 ലക്ഷം, ബിസിനസ് ബിൽഡിംഗ് 16 ലക്ഷം, ബിസിനസ് ലക്ഷ്മി കൺസ്ട്രക്ഷൻ. ഇതിനു പുറമെ ഈ പറയുന്ന എം.എൽ.എ. പ്രചാരണത്തിന് വന്നത് ഫോർട്ട് എൻഡവർ ഉൾപ്പെടെയുള്ള ആഡംബര വാഹനങ്ങളിലാണ്. അന്നത്തെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കൂടാതെ എല്ലാ സ്ഥലത്തും അയാളുടെ കാലിൽ ചെരുപ്പുമുണ്ടായിരുന്നു. ഇനി മുകളിൽ വായിച്ച ഹൃദയഭേദകമായ പോസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കിക്കോളൂ. നല്ല ഫണ്ണുണ്ടാവും.